ഇന്ന് 1000 ഗുരുക്കന്മാരുണ്ട് ഒരു ശിഷ്യൻ. അതായത് റേഷ്യോ അങ്ങനെയാണ്, 1000 ഗുരുക്കന്മാർക്ക് ഒരു ശിഷ്യൻ എന്നുള്ളതാണ്. കാരണം ഇന്നെല്ലാവരും ആചാര്യന്മാരായി കഴിഞ്ഞു. ഏത് രീതിയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഇന്ന് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ടെലിഗ്രാമിൽ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിലൂടെ മന്ത്രങ്ങൾ ശീലിപ്പിക്കുന്നു. അത് ശരിയാണോ എന്നുള്ള ഒരു ചിന്തയാണ്. തീർച്ചയായിട്ടും ശരിയാണ്. ആ ആചാര്യൻ നല്ലവണ്ണം പഠിച്ച് മനസ്സിലാക്കി, ഗുരുമുഖമായിട്ട് പഠിച്ച ശേഷം നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി, നല്ല ചിന്തയോടുകൂടി ആചിനോദിഹി ശാസ്ത്രാണി ആചാരേ സ്ഥാപയത്യപി സ്വയം ആചരതേ തസ്മാതിഥി ആചാര്യകഥ്യതേ എന്നുള്ള ഒരു രീതിക്കാണ് മുന്നോട്ട് പോകുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഗ്രൂപ്പ് ഏവരും പ്രയോജനപ്പെടുത്തുക. പക്ഷേ 90% ഇന്ന് ബാങ്കിൽ നിന്നും, റെയിൽവേയിൽ നിന്നും, മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നും, കോർപ്പറേറ്റ് കമ്പനീസിൽ നിന്നും റിട്ടയർ ആയ ശേഷം സമയം പാഴാക്കാൻ, സമയം എങ്ങനെ ചെലവഴിക്കണം എന്ന് അറിയാത്ത ഒരുപാട് പേർ എന്തു ചെയ്യുന്നു? ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നു വാട്സപ്പിൽ. ഭക്തിയജ്ഞം, ശ്രദ്ധായജ്ഞം, ധർമ്മപോഷണം എന്നിങ്ങനെ പല രീതിക്ക് നാമ ജപ യജ്ഞം എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരുപാട് പേരെ അതിനകത്ത് ചേർക്കുകയാണ്. ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവരുടെ ധാരണ അദ്ദേഹം വലിയൊരു ഗുരുനാഥനാണ്, വലിയൊരു ആചാര്യനാണ് എന്നുള്ളത്. ഏവരും ഈ ഒരു കെണിയിൽ പെട്ട് കിടക്കുകയാണ്. ഏവരും ഒന്ന് പുനർചിന്തിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ധാരണ ഈ വെള്ളയും ഇവിടെ ധരിച്ചുകൊണ്ട് നെറ്റിയിൽ ഭസ്മമൊക്കെ ഇട്ട് ഇയാളിപ്പോൾ എല്ലാം പഠിച്ചു കാണും എന്നുള്ള ധാരണ തെറ്റാണ്. അറിഞ്ഞൂടാത്തത് മാത്രമേ ഉള്ളൂ, അറിയുന്നത് മാത്രമേ പറയാൻ പാടുകയുള്ളൂ എന്നുള്ളതാണ്. സനാതനധർമ്മം നമ്മൾ കുറച്ച് ടോപ്പിക്ക് പഠിക്കുന്നു, ആ ടോപ്പിക്കിൽ മാത്രം പ്രാവീണ്യം ഉള്ള ടോപ്പിക്കിൽ മാത്രം ചർച്ച ചെയ്യുന്നു, ചിന്തിക്കുന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ നമുക്കറിയില്ല ഗ്രൂപ്പിൽ ആരാണ് എന്താണ് ഉള്ളത് എന്നുള്ളത്. ഏവരും ഇതിൽ പെട്ട് കിടക്കുകയാണ്. കാരണം മന്ത്രങ്ങളെല്ലാം തന്നെ ഇന്ന് ക്ഷേത്രങ്ങളിൽ പോയാൽ അവിടെ വിഷ്ണു സഹസ്രനാമ ജപം നടക്കുന്നു, ലളിതാ സഹസ്രനാമ യജ്ഞം നടക്കുന്നു. അവിടെ പോകുമ്പോൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും, പറയുന്നതെല്ലാം പൊട്ടത്തെറ്റാണ്. അവരുടെ അടുത്ത് എന്തെങ്കിലും പറയാൻ പോയാൽ ഞങ്ങളുടെ ആചാര്യൻ ഇങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് പറയും. അതുകൊണ്ട് തെറ്റില്ല, പക്ഷെ തെറ്റായ മന്ത്രങ്ങൾ പഠിച്ചാൽ നമ്മൾ മാത്രമല്ല അത് പഠിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. നമ്മളിൽ നിന്ന് മറ്റുള്ളവരെല്ലാം പഠിക്കുന്നു. അത് നാളെ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ അത് തന്നെയാണ് ശരിയെന്ന് വന്ന് ഭവിക്കും. അപ്പോൾ അവിടെ കർമ്മദോഷം നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. കാരണം ഇന്നത്തെ ഏറ്റവും വലിയ ദുഷ്പ്രവൃത്തി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മീഡിയയിലൂടെ 100,000 ജനങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു വാക്ക് ഏറ്റവും വലിയ കർമ്മദോഷം തന്നെയാണ്. കാരണം ഈ വാക്കുകൾ മറ്റുള്ളവനെ വഴി തെറ്റിക്കുന്നതാകയാൽ അവിടെ കർമ്മദോഷം സംഭവിച്ചു. അതായത് കാസർഗോഡ് പോകാനായിട്ട് ഒരാൾ വഴി ചോദിക്കുന്നു, കന്യാകുമാരിയിലേക്ക് വഴി കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ. ഇതൊന്നും നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോരുന്നു. നമുക്കൊരു സന്തോഷം ലഭിക്കുന്നു. ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് ചിന്തിക്കുന്നത് കൂടിയില്ല. മൈക്ക് വെക്കുന്നു, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നു, ലളിതാ സഹസ്രനാമം ജപിക്കുന്നു എന്നിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിൽ നിന്ന് കുറേ പേർ പഠിക്കുന്നു, അത് അവിടുത്തെ ആചാരമായി മാറ്റപ്പെടുന്നു. ഇന്നലെ ചെയ്ത ഒരബദ്ധം ഇന്നത്തെ ആചാരമാകും, നാളത്തെ ശാസ്ത്രമിതാകാം, അതിൽ സമ്മതം മൂളായികരാജൻ. ദയവ് ചെയ്തൊരു റിക്വസ്റ്റ് ഉണ്ട്, ഏവരും ഒന്ന് വീടിൻ്റെ പുറത്തിറങ്ങുക. ഗ്രൂപ്പിൽ നിന്നെല്ലാം മാറ്റി വെച്ചിട്ട് ഓരോ ഗ്രാമങ്ങളിലും പഠിച്ച ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് ചെന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് സംസാരിക്കുക, വാ തുറന്നൊന്ന് സംസാരിക്കുക. കുറേ നല്ല ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കും. അതിനുശേഷം ഈ മന്ത്രങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക. നിങ്ങളെ കണ്ട് അടുത്ത 10 പേർ നല്ലത് ശീലിക്കും. അങ്ങനെ ഒന്നിൽ നിന്ന് 10, 10, 100, 100, 1000 ആകും. കുറേ കാലം കൊണ്ട് നമുക്ക് നല്ലത് ശീലിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള വസ്തുതയാണ് ഏവരും ചിന്തിക്കേണ്ടത്. ഇനിയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റും ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നാമജപങ്ങളെല്ലാം തന്നെ സ്വീകരിക്കുക, മന്ത്രങ്ങളെല്ലാം തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകുക.